ലോകം മുഴുവൻ കീഴടക്കുക എന്ന ലക്ഷ്യത്തോടെ ഇസ്ലാമിക ഭീകരർ ലോകമെമ്പാടും അവരുടെ അജണ്ടകൾ, തന്ത്രങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഗാസയിൽ ഇസ്രായേലും ഹമാസും തമ്മിൽ നടക്കുന്ന സംഘർഷം എന്ന് പറയുന്നത് ഇസ്ലാമിക ഭീകരതയ്ക്കെതിരെ ഇസ്ലാമിക ഭീകരതയുടെ ഇരകളായവർ നടത്തുന്ന പോരാട്ടത്തിന്റെ ഒരു പ്രതീകം മാത്രം ആണ്. തീർച്ചയായിട്ടും യഥാർത്ഥത്തിൽ ഈ ഇസ്ലാമിക ഭീകരർ ലക്ഷ്യം വെക്കുന്നത് എന്താണ്? ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പാലസ്തീനിൽ നിന്നും ഒപ്പം തന്നെ ഈ അലക്സ മോസ്കിന്റെ പരിസരത്തു നിന്നൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ വളരെ പ്രകോപനപരമായിട്ടുള്ള ചില കൊലവിളികൾ ഉയരുകയുണ്ടായി. അത് വളരെ വ്യക്തമായിട്ടുള്ള ചില സൂചനകൾ നമുക്ക് നൽകുന്നുണ്ട്. എത്രത്തോളം ഗൗരവത്തോടെ, ജാഗ്രതയോടെ ഇസ്ലാമിക ഭീകരത എന്ന ആ വൈറസിനെ, ആ മഹാമാരിയെ, ലോകം മുഴുവൻ ഗ്രസിച്ചിരിക്കുന്ന ആ മഹാമാരിയെ നാം നേരിടണം എന്നൊരു കാര്യം. ഈ വിഷയങ്ങളാണ് നിലപാട് എന്നൊരു പ്രോഗ്രാമിൽ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജോർജിയനോടൊപ്പം ഉള്ളത് ജോയ്സ്. അരുൺ, ജോയ്സ്, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മളിന്ന് നിലപാട് പ്രോഗ്രാമിൽ നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റ് ആണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഗാസയിൽ ഇസ്രായേൽ ഹമാസും അവർ തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഘർഷമാണ്, യുദ്ധമാണ്. നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ഒരു മെയിൻ ഫോക്കസ് പോയിന്റ് എന്ന് പറയുന്നത് ഈ ഇസ്ലാമിക ഭീകരത, അതായത് ഇസ്ലാമിക തീവ്രവാദം ലോകത്തിന് എത്രത്തോളം ഒരു വിനാശകരമാണ്, എത്രത്തോളം ഭീഷണിയാണ് എന്നൊരു പോയിന്റ്. അത് നമ്മൾ പല രീതിയിൽ, പല നിലപാട് പ്ലാറ്റ്ഫോമുകളിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. പക്ഷെ ഇന്ന് നമ്മളത് ചർച്ച ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. ഈ ഇസ്ലാമിക ഭീകരർ, അപ്പോൾ ഇതിപ്പോൾ ഗാസയിൽ ഹമാസ്, ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ പാകിസ്ഥാനിൽ ലഷ്കർ ഇ തോയ്ബ, ജെയ്ഷെ മുഹമ്മദ് പോലുള്ള സംഘടനകൾ, നൈജീരിയയിൽ ബോക്കോ ഹറാം പോലുള്ള തീവ്രവാദ സംഘടനകൾ, ഇസ്ലാമിക് സ്റ്റേറ്റ് പോലുള്ള തീവ്രവാദ സംഘടനകൾ, അൽ ഖ്വയ്ദ, അത് പേരുകൾ വളരെ വ്യത്യസ്തമാണെങ്കിലും ഇവരുടെ ഒരു സോഴ്സ്, അല്ലെങ്കിൽ ഇവരുടെ ഒരു ഐഡിയോളജിക്കൽ സോഴ്സ്, അല്ലെങ്കിൽ തീവ്രവാദപരമായിട്ടുള്ള ആ ഒരു നിലപാട്, ചിന്താഗതിയുടെ ഒരു സോഴ്സ്, ലക്ഷ്യം എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ് എന്നതിനെ സാധൂകരിക്കുന്ന അനവധി വാർത്തകൾ, തെളിവുകൾ ഈ ദിവസങ്ങളിലൊക്കെ പുറത്തു വരുന്നുണ്ട്. നമ്മൾ ഇന്നത് ചർച്ചയ്ക്കെടുക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ദിവസം തന്നെ ഈ പാലസ്തീൻ, നമുക്കറിയാം പാലസ്തീന് വേണ്ടിയിട്ടാണല്ലോ ലോകം മുഴുവൻ സോക്കോൾഡ് മനുഷ്യാവകാശ പ്രവർത്തകരൊക്കെ തെരുവിലിറങ്ങിക്കൊണ്ട് ഫ്രീ പാലസ്തീൻ എന്ന ആ മുദ്രാവാക്യമൊക്കെ വിളിച്ചുകൊണ്ട് തെരുവിലിറങ്ങി പല വിഷയങ്ങളും സൃഷ്ടിക്കുന്നത്. ഈ പാലസ്തീനിലെ ഒരു ഔദ്യോഗിക ടി വി, അതായത് പാലസ്തീൻ അതോറിറ്റിയുടെ ഔദ്യോഗിക ടി വിയിൽ ഈ കഴിഞ്ഞ ദിവസം വളരെ വിവാദപരമായിട്ടുള്ള ചില വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. അതെന്താണെന്ന് പരാമർശിച്ചിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് പോകാമെന്ന് എനിക്ക് തോന്നുന്നു. അതിനകത്ത് അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് ആ വീഡിയോയിൽ പറയുന്നത്. അതായത് അള്ളാഹുവെ യഹൂദരെയും ക്രിസ്ത്യാനികളെയും പ്രഹരിക്കണമേ എന്ന ഒരു പ്രാർത്ഥന അവരുടെ ഔദ്യോഗിക മീഡിയ സംവിധാനം വഴി അവർ ടെലികാസ്റ്റ് ചെയ്തിരിക്കുന്നു. ആ പ്രാർത്ഥനയുടെ ചില വാചകങ്ങൾ കൂടി ഞാനൊന്ന് പരാമർശിക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് ഇപ്രകാരമാണ്: അള്ളാഹുവെ, കള്ളന്മാരായ യഹൂദരെ പ്രഹരിക്കണമേ, ഭൂമിയിൽ അഹങ്കാരത്തോടെയും സ്വേച്ഛാധിപത്യപരമായും പെരുമാറുകയും അതിൽ അഴിമതി വർദ്ധിപ്പിക്കുകയും ചെയ്ത ആക്രമണകാരികളായ കുരിശുയുദ്ധ ക്രിസ്ത്യാനികളെ പ്രഹരിക്കണമേ. അള്ളാഹുവെ, അവരെ പീഡനത്തിന്റെ ചാട്ടവാറ് കൊണ്ട് പ്രഹരിക്കണമേ, അവർക്കൊരു കറുത്ത ദിനം ഞങ്ങൾക്ക് കാണിച്ചു തരണമേ എന്നാണ് ആ ഒരു വീഡിയോയിൽ ഈ പ്രാർത്ഥന നടത്തുന്ന നേതാവ് പ്രാർത്ഥിക്കുന്നത്. اللهم عليك باليهود الغاصبين، اللهم عليك بالنصارى المعتدين الصليبيين الذين طغوا في البلاد فأكثروا فيها الفساد، اللهم فصب عليهم صوت العذاب أرنا بهم يوما أسودا. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. നമ്മൾ കുറെ നാളുകൾക്ക് മുമ്പ് ഈ അലക്സ മോസ്ക്, അതിന്റെ മുമ്പിൽ നിന്നും ഇത്തരത്തിലുള്ള ചില കൊലവിളികൾ, ചില തീവ്രവാദ നിലപാടുള്ള ചില തീവ്രവാദ സംഘടനകളുടെ നേതാക്കളൊക്കെ നടത്തുന്നത് നാം കാണുകയുണ്ടായി. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റിലേക്കാണ് എത്താൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അവിശ്വാസികളായിട്ടുള്ള, അവരുടെ കണ്ണിൽ അവിശ്വാസികളായിട്ടുള്ള, അത് ക്രിസ്ത്യാനികളായിക്കോട്ടെ, യഹൂദരായിക്കോട്ടെ, അത് ഹൈന്ദവരായിക്കോട്ടെ, മറ്റ് മതവിശ്വാസികളായിക്കോട്ടെ, അവരെ ഇല്ലായ്മ ചെയ്യുക എന്ന ഒരു ഭീകരമായിട്ടുള്ളൊരു ലക്ഷ്യമാണ് ഇവരുടെ മുമ്പിലുള്ളത്. അതിന് അവർ പല മാർഗങ്ങൾ ഉപയോഗിക്കുന്നു, പല മൂടുപടങ്ങൾ അവർ അണിയുന്നു. ഇപ്പോൾ കാശ്മീർ മേഖലയിൽ കാശ്മീരിനെ സ്വതന്ത്രമാക്കുക എന്നൊരു മുദ്രാവാക്യം അവർ ഉയർത്തുന്നു. ഇപ്പോൾ ഗാസയിലാണെങ്കിൽ ഗാസയെ സ്വതന്ത്രമാക്കുക, പാലസ്തീനെ സ്വതന്ത്രമാക്കുക എന്നൊരു മുദ്രാവാക്യം ഉയർത്തുന്നു. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലാണെങ്കിൽ അവർക്ക് വേറൊരു ലക്ഷ്യം, ഇസ്ലാമിക് സ്റ്റേറ്റിന് വേറൊരു ലക്ഷ്യം, നൈജീരിയയിൽ വേറൊരു ലക്ഷ്യം. പക്ഷേ ആ ലക്ഷ്യമെല്ലാം ചെന്നെത്തുന്നത് എന്ന് പറയുന്നത് ഖിലാഫത്ത് സ്ഥാപനമാണ്, ലോകം മുഴുവൻ ശരീഅത്ത് ഭരണത്തിന്റെ കീഴിലേക്ക് കൊണ്ടുവരിക എന്നതാണ്. അത് തന്നെയാണ് എന്തുകൊണ്ട് ഇസ്ലാമിക ഭീകരതയുമായി ബന്ധപ്പെട്ടുള്ള പല പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല എന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അത് തന്നെയാണ്. ഞാൻ അരുണിലേക്ക് വരികയാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചൊരു പോയിന്റ് ഉണ്ടായിരുന്നു. അതിപ്പോൾ റഷ്യ യുക്രൈൻ സംഘർഷം, നമുക്കറിയാം അതിന് പല കാരണങ്ങളുണ്ട്. ചില ഈഗോയുണ്ട്, ജോഗ്രഫിക്കലായിട്ടുള്ള പല പ്രശ്നങ്ങളുണ്ട്, പുട്ടിന്റെ ചില പേടിയുണ്ട്, ഭയങ്ങളുണ്ട്, അതൊക്കെയുണ്ട്. അത് എങ്ങനെയെങ്കിലും നമുക്ക് സോൾവ് ചെയ്യാം എന്ന് വേണമെങ്കിൽ നമുക്ക് വെക്കാം. പല സാധ്യതകൾ മുന്നിലുണ്ട്. പക്ഷേ ഈ ഇസ്ലാമിക തീവ്രവാദം
ഒരു സൈഡിൽ നിൽക്കുന്ന സംഘർഷങ്ങൾ നമുക്ക് ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ അതിനൊരു പെർമനന്റ് സൊല്യൂഷൻ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നത് വളരെ യാഥാർത്ഥ്യമാണ്. അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? അതിന്റെ ചില സൂചനകളല്ലേ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ചില ഈ വീഡിയോ ദൃശ്യങ്ങളിൽ അവർ പങ്കുവച്ച ചില കാര്യങ്ങൾ നേരത്തെ പലതവണ റിപ്പോർട്ട് ചെയ്ത അലക്സ മോസ്കിന്റെ ഫ്രണ്ടിൽ നിന്ന് ചിലർ നടത്തുന്ന കൊലവിളികൾ, അത് അതിന്റെ ചില സൂചനകളല്ലേ? ജോർജ്, ഈ വിഷയത്തിൽ ഏറ്റവും എളുപ്പത്തിൽ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നത് ജോർജ് നേരത്തെ സൂചിപ്പിച്ച അലക്സ മോസ്കിൽ വെച്ച് നടന്നിട്ടുള്ള ചില സംഭവങ്ങളെ കുറിച്ചിട്ടാണ്. അത് 2020 2 വീഡിയോകൾ അലക്സ മോസ്കിൽ നിന്ന് പുറത്തു വന്നിരുന്നു. ഇത് അലക്സ മോസ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. മക്കയും മദീനയും കഴിഞ്ഞിട്ട് മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മോസ്ക് എന്ന് അവർ അവകാശപ്പെടുന്ന അലക്സ മോസ്ക്, സോളമൻ്റെ പഴയ ജെറുസലേം ദേവാലയം നിന്നിരുന്ന ക്രൈസ്തവർക്കും ജൂതന്മാർക്കും ഏറ്റവും പ്രധാനപ്പെട്ട മോസ്ക്. അപ്പോൾ നമ്മൾ പലപ്പോഴും ഈ മക്കയിൽ നിന്നും മദീനയിൽ നിന്നും ഇതുപോലെയുള്ള വീഡിയോകൾ നമ്മൾ കണ്ടിട്ടില്ല. അവിടെ അവരുടെ ആരാധനയായിട്ട് ബന്ധപ്പെട്ടുള്ള ചടങ്ങുകൾ കാണാറുണ്ട്. പക്ഷേ അലക്സ മോസ്ക് ഇന്ന് പല തവണയായിട്ട് ഇസ്രായേലിൻ്റെ കൈവശമുള്ള ജോർദാൻ വഖഫ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന അലക്സ മോസ്ക് ഇന്ന് പലപ്പോഴും കേട്ടത് ഈ കൊലവിളികളാണ്. ഈ കൊലവിളികളുടെ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഒരു വ്യക്തിയല്ല പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒരു കൂട്ടം ജനാണ്, ഒരു കൂട്ടം ജനം വന്ന് ആർത്തു വിളിക്കുകയാണ്. ഒരു പ്രധാനപ്പെട്ട മുസ്ലിമുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട 3ാമത്തെ മോസ്കിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അതിൻ്റെ മുൻപിൽ നിന്നുകൊണ്ടാണ് അവർ കൊലവിളികൾ നടത്തുന്നത്. അപ്പോൾ ഈ 2020 ജനുവരി 17 അവിടെ നിന്നൊരു വീഡിയോ പുറത്തു വന്നിരുന്നു. ഒരു വലിയൊരു കൂട്ടം ജനം അലക്സയുടെ മുമ്പിൽ തടിച്ചുകൂടിയിരിക്കുന്നു. അപ്പോഴവിടെ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നുണ്ട്. അതിൽ അവർ ഏറ്റുപറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഞങ്ങൾ റോമിനെ കീഴടക്കും. ഇതാണ് അവിടെ ഏറ്റവും ഉച്ചത്തിൽ അവർ ഏറ്റുപറയുന്നത്. അയ്യുഹൽ മുസ്ലിമൂൻ إن ذكرى فتح القسطنطينية تبشر بما بعدها، تبشر بفتح روما قريبا إن شاء الله. فنحن على موعد مع بشارات 3 نسأل الله تعالى أن ينجزها على أيدينا. البشارة الأولى إقامة الخلافة الراشدة على منهاج النبوة، والثانية تحرير المسجد الأقصى واتخاذ بيت المقدس عاصمة لدولة الخلافة، وثالثها أن يلقي الإسلام بجيرانه في الأرض فيبلغ مشارقها ومغاربها. هذا وعد الله ولن يخلف الله وعده. അപ്പോൾ അവർ അതിൽ കൃത്യമായിട്ട് വീണ്ടും അതിൽ പറയുന്നുണ്ട് 3 പ്രൊഫസീസ് ഉണ്ട്. ഈ 3 പ്രൊഫസീസുകൾ ഞങ്ങൾ നടപ്പാക്കും. അതിന് നടപ്പാക്കുന്നത് ഞങ്ങളുടെ ആഗ്രഹമാണ്. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യാനും ഞങ്ങൾ തയ്യാറാണ്. അപ്പോൾ ആദ്യത്തെ പ്രൊഫസി അവർ പറഞ്ഞത് കോൺസ്റ്റന്റിനോപ്പിൾ കീഴടക്കുന്നത്. കോൺസ്റ്റന്റിനോപ്പിൾ കീഴടക്കി കഴിഞ്ഞു. കോൺസ്റ്റന്റിനോപ്പിൾ എന്ന് പറയുന്നത് ഇന്നത്തെ ഇസ്താംബുൾ അന്നത്തെ പൗരസ്ത്യ റോമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബൈസാൻഡിയം സാമ്രാജ്യത്തിൻ്റെ ക്യാപിറ്റൽ. ഈ ക്യാപിറ്റൽ അവർ പിടിച്ചെടുത്തു. 2 അവർ ജെറുസലം പിടിച്ചെടുത്ത് അവിടെ അവരുടെ ഗാലിഫേറ്റിൻ്റെ കേന്ദ്രം അവിടെ വരുമെന്നാണ് പറയുന്നത്. 3 ആണ് റോം കീഴടക്കുന്നുള്ളത്. റോം കീഴടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനിറ്റിയെ അല്ലെങ്കിൽ വത്തിക്കാനെ പിടിച്ചെടുക്കുമെന്നാണ് അവർ അർത്ഥമാക്കുന്നത്. എന്തുകൊണ്ട് വത്തിക്കാനെ പിടിച്ചെടുക്കുന്നു? അതിൽ അവർക്ക് അവരുടെ 3 പ്രവചനങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അതിൽ ഒരു പ്രവചനം ഇതാണ് എന്നാണ് അവരുടെ വ്യാഖ്യാനം. ഇതെല്ലാം നടക്കുന്നത് അലക്സ മോസ്കിന്റെ മുൻപിൽ വെച്ചിട്ടാണ് ഈ ടോക്ക് നടക്കുന്നത്. ഇത് HUT എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാരതം കഴിഞ്ഞ വർഷമാണ് ഈ സംഘടനയെ നിരോധിച്ചത്. അതിന്റെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് മധ്യപ്രദേശിലും രാജസ്ഥാനിലും തമിഴ്നാട്ടിലും നമ്മുടെ കേരളത്തിൽ വരെ അതുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ NIA നടത്തിയ ഒടുവിലാണ് ആ സംഘടന നിരോധിക്കുന്നത്. ഇത് പക്ഷേ 2020 നടക്കുന്നതാണ്. ലോകത്തെ പല രാജ്യങ്ങളും നിരോധിക്കപ്പെടാത്ത ഒരു സംഘടനയാണ് മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് അവർ കരുതുന്ന ഈ മോസ്കിൽ വെച്ചിട്ട് ഈ വിദ്വേഷ പ്രചരണം നടത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനം അവർ പറയുന്നത് അവരുടെ പഠനങ്ങൾ തന്നെയാണ്. ഇതേ സംഭവത്തെക്കുറിച്ചിട്ട് അതേ വർഷത്തിൽ തന്നെ ഈ അലക്സ മോസ്കിൽ വെച്ച് നടന്ന ഒരു ലെക്ചറർ, അവിടെ ഒരു പാലസ്തീനിയൻ പൊളിറ്റിക്കൽ റിസർച്ചർ മുഹമ്മദ് അൽ ഖത്വാനി, അദ്ദേഹം നടത്തിയ ഒരു പ്രഭാഷണ പരമ്പരയുണ്ട്. ഇത് ലെബനോനിലെ HUTയുടെ ചാനലുകളിൽ ഇത് സംപ്രേഷണം ചെയ്തതാണ്. അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം ഇവർ എന്താണ് ലക്ഷ്യം വെക്കുന്നത്. ജോർജ് മുമ്പ് സൂചിപ്പിച്ച എല്ലാ കാര്യങ്ങളും 1 by 1 ആയിട്ട് അതിൽ പറയുന്നുണ്ട്. يملك المسلمون والأمة الإسلامية إذا قامت لهم دولة أن تؤثر في الأحداث وأن تزحف جيوش الدولة لاحتلال ما وعدنا الرسول صلى الله عليه وسلم به كروما وفتحها واستعادة الأندلس وتحرير كشمير والشيشان ومناطق قوقاز وتركستان الشرقية وتحرير الهند. طبعا إذا أقيمت الدولة الإسلامية كل هذه الأمور بتكون سهلة وميسورة ومقدور عليها. يعني نحن نريد أن نفتح روما، مش بس عشان نبين يعني
قوة الدولة من ناحية البلطجة مثل أمريكا، لا، عشان يعني نطفئ الشرك في الفاتيكان ونقيم التوحيد وننشر هدى وننشر الإسلام. هذا الذي نريده. الدولة الإسلامية لا تعترف بالأمم المتحدة ولا بمجلس الأمن ولا بالقرارات الدولية ولا بالمنظمات الدولية ولا بالقانون الدولي، وبالتالي مجرد وجود الدولة وإنكارها لكل هذه القوانين اللي فرضتها الرأسمالية على المسلمين، هذا يعني اختلال موازين القوى في العالم. الدولة الإسلامية تؤمن بشيء واحد، بحمل الدعوة وبالجهاد، ما بهمها الربح ولا الخسارة، ما بتخاف من الهزائم، ما بتخاف من الموت، بهمها أن تحمل الدعوة وتحرك الجيوش لحكم الأرض بالإسلام. طبعا تقوم فيه مش بطريقة يعني جامدة، بطريقة خشبية، لا، برضو بتناور وبتفاوض وبتقوم بأعمال سياسية تخفي من وراءها أهداف إسلامية. അപ്പോൾ അതിൽ അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത് ഫസ്റ്റ് നമ്മുടെ കാശ്മീരാണ് പറയുന്നത്. ഫസ്റ്റ് നമ്മുടെ കാശ്മീർ, ചെച്നിയ, ഇതുപോലെ തന്നെ കുറച്ച് സ്ഥലങ്ങൾ പറഞ്ഞ് ഒടുവിൽ ഇന്ത്യ പറയുന്നു. അതോടൊപ്പം തന്നെ പറയുന്നത് അദ്ദേഹം റോം എന്ന വാക്ക് മാറ്റിയിട്ട് അത് വത്തിക്കാൻ ആക്കി. കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ് വത്തിക്കാൻ. ഇതെല്ലാം ഞങ്ങൾ കീഴടക്കും, ഇതെല്ലാം ഞങ്ങൾ കീഴടക്കേണ്ടത് ഞങ്ങളുടെ ധർമ്മമാണ്, ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്, അത് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ജീവൻ പോയാലും പ്രശ്നമില്ല. ഞങ്ങൾക്ക് ഇതിൽ വിജയമോ തോൽവിയോ ഇല്ല. ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ കടമയാണ്. അതിൽ വിജയിക്കോ തോൽക്കോ എന്നുള്ളതൊന്നും ഞങ്ങളുടെ വിഷയമല്ല. ഇത് ഞങ്ങളുടെ കടമയാണ്, ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തമാണ്. ഇതാണ് അലക്സ മോസ്കിൽ വെച്ച്, മോസ്കിന്റെ മുൻപിൽ വെച്ച് അദ്ദേഹം കൊടുക്കുന്ന ഒന്നാമത്തെ പഠനം. ഈ പഠനത്തിന് അദ്ദേഹം കൊടുക്കുന്ന ന്യായീകരണങ്ങളുണ്ട്. ആദ്യം ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് സ്ഥാപിതമാകണം. ഒരു കാലിഫേറ്റ്, ചെറിയൊരു കാലിഫേറ്റ് ആയിക്കോട്ടെ, അത് സ്ഥാപിതമാകണം. ആ കാലിഫേറ്റ് സ്ഥാപിതമായി കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളും സുഗമമാവുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യണം, അതിനുവേണ്ടി എന്ത് ചെയ്യണമെന്ന് കൃത്യമായിട്ട് അദ്ദേഹം അവർക്ക് നിർദ്ദേശം കൊടുക്കുന്നു. അതിനുവേണ്ടി ദാവയും ജിഹാദും നിങ്ങൾ മാക്സിമം നിങ്ങളത് ലോകം മുഴുവൻ വ്യാപിപ്പിക്കണം. അതായത് ജിഹാദ് മാത്രമല്ല, ശ്രദ്ധിക്കണം, ദാവ. ഈ ദാവ ഇവിടെ നമ്മുടെ നാട്ടിൽ എത്രത്തോളം അതിന് സ്വീകാര്യതയുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാലോ. രണ്ട്, അദ്ദേഹം പറയുന്നത് ഇത് നേരായ വഴിയിലൂടെ നടക്കില്ല. കൃത്യമായിട്ട് പറയുകയാണ്. ഇത് അദ്ദേഹത്തിന് കിട്ടിയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, അദ്ദേഹത്തിന്റെ പഠനമല്ല. ഇത് നേരായ വഴി കൂടിയല്ല നടക്കുന്നത്. ഇതിൻ്റെ ഉള്ളില് കുതന്ത്രങ്ങളുണ്ട്, നെഗോസിയേഷൻസ് ഉണ്ട്. രണ്ട്, എന്തുകൊണ്ട് ഞങ്ങൾ വത്തിക്കാൻ കീഴടക്കുന്നു? കാരണം അവിടെ ബഹുദൈവ വിശ്വാസികളാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ത്രിത്വം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ബഹുദൈവ ആരാധനയായിട്ടാണ് അവർ കണക്കൂട്ടുന്നത്. ഒടുവിൽ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അദ്ദേഹം പറയുന്നത് തങ്ങളുടെ ഇസ്ലാമിക ലക്ഷ്യങ്ങളാണ് ഖിലാഫത്ത്, ലോകം മുഴുവനുള്ള ഒരു ഖിലാഫത്ത്. ഈ ഇസ്ലാമിക ലക്ഷ്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ടുള്ള പൊളിറ്റിക്കൽ നടപടികളിലൂടെയാണ് ഇത് സാധ്യമാവുക. ഇതാണ് വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ റോം കീഴടക്കുന്നതോ വത്തിക്കാൻ കീഴടക്കുന്നതോ ഇതൊന്നുമല്ല വിഷയം. ലോകം മുഴുവൻ ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുന്നത് പൊളിറ്റിക്കൽ അജണ്ടകളിലൂടെയാണ്. അതായത് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അജണ്ടകളിലൂടെയാണ്. അതിൽ കുതന്ത്രങ്ങളുണ്ട്, അതിൽ നെഗോസിയേഷൻസ് ഉണ്ട്, അതിൽ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്നുള്ളതിനെ മറച്ചു വെച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം നടപ്പാക്കുന്നത്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ അമേരിക്കയിലോ UK ഒക്കെ ഹമാസ് അനുകൂല പ്രകടനങ്ങൾ നടക്കുമ്പോൾ ഈ യൂത്തിനെ അവർ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഗാസയിലെ ഇസ്രായേലിൻ്റെ ആക്രമണത്തിന് ഇരയാകുന്ന ഒരുപാട് പാലസ്തീൻ യുവാക്കൾ അല്ലെങ്കിൽ ഒരു പാലസ്തീൻ ജനതയാണ് അവർ കാണുന്നുള്ളൂ. ഇതിൻ്റെ പിന്നിലുള്ള അജണ്ടകൾ അവർ കാണുന്നില്ല. ഇതേപോലെ തന്നെ ഇപ്പോൾ എത്രയോ മരണങ്ങൾ നടന്നാണ് നൈജീരിയയിലെ ഫുലാനികൾ അവിടെ ആക്രമിക്കുന്നു. അപ്പോൾ അവർ അതിന് കൊടുക്കുന്ന നരേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ലോകം മുഴുവൻ ഏറ്റെടുക്കുന്ന നരേഷൻ ആഗോള താപനം, ഗ്ലോബൽ വാർമിംഗ് ആണ് ഫുലാനികളാൽ ക്രിസ്ത്യാനികൾ കൊല്ലപ്പെടാനുള്ള കാരണം എന്നാണ് ആഗോളതലത്തിൽ തന്നെ അവർ വ്യാപിപ്പിക്കുന്ന അജണ്ട. അപ്പോൾ ഫുലാനികളുടെ ഏരിയകളിൽ അവിടെ ചൂട് വന്ന് അവിടുത്തെ ആ പ്രദേശങ്ങൾ അവർക്ക് ഒഴിഞ്ഞു പോകേണ്ടി വരുന്നു. അതുകൊണ്ട് തൊട്ടുള്ള മറ്റു ക്രിസ്ത്യൻ പ്രദേശങ്ങൾക്ക് അവർ കയ്യേറുന്നു. അവർ ഗോത്രവർഗ്ഗക്കാരാണ്, അതുകൊണ്ട് അവർ ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്നു. ഇതിന്റെ കൃത്യമായ ഉത്തരം അതിന്റെ അപ്പുറത്ത് അതിന്റെ തൊട്ടുള്ള സ്ഥലങ്ങളിൽ മുസ്ലിം ഗോത്രങ്ങൾ താമസിക്കുന്ന ഒരുപാട് ഇടങ്ങളുണ്ട്. എന്തുകൊണ്ട് ഇവർ അവിടേക്ക് കുടിയേറുന്നില്ല? എന്തുകൊണ്ട് ക്രിസ്ത്യാനികളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു? ക്രിസ്ത്യൻ ഗോത്രങ്ങളുള്ള ഭാഗത്തേക്ക് മാത്രം വരുന്നു. ഇവരുടെ കയ്യിൽ കൃത്യമായിട്ടുള്ള മാപ്പുകൾ അടക്കമാണ്. ഇവരെ ഈ ഫുലാനികളെ നമ്മൾ പഠിക്കുമ്പോൾ ഇവർ സാധാരണ ഗോത്രക്കാരല്ല. ഇവരുടെ കയ്യിൽ അത്യാധുനിക ആയുധങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഇവർക്ക് നൈജീരിയയുടെ അവർ പോകുന്ന സ്ഥലങ്ങളുടെ എല്ലാം മാപ്പുണ്ട്. അവിടെ അവർക്ക് കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇത് ക്രിസ്ത്യൻ ഏരിയ, ഇത് മുസ്ലിം ഏരിയ. ഈ ക്രിസ്ത്യൻ ഏരിയയിൽ പോയിട്ട് ഇവർ അവിടെ ആ ഏരിയ മുഴുവൻ കത്തിക്കുന്നു, വെടിവെച്ച് കൊല്ലുന്നു, ബലാത്സംഗം ചെയ്യുന്നു, എല്ലാ അതിക്രമങ്ങളും ചെയ്ത് ക്രിസ്ത്യാനികളെ അവിടെ നിന്ന് ഓടിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെയുള്ളവർ പറയുന്നത് ഇത് ആഗോളതാപനത്തിന്റെ ഫലമാണ്, ആഗോളതാപനം മൂലം ആണ് ഫുലാനികൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇതാണ് തക്കിയ, ഇതാണ് അജണ്ട, ഇതാണ് മതപരമായ അജണ്ടകളെ
മറച്ചു വെച്ചുകൊണ്ടുള്ള ഇവരുടെ പൊളിറ്റിക്കൽ നീക്കങ്ങൾ, ഈ പൊളിറ്റിക്കൽ നീക്കങ്ങളെ തിരിച്ചറിയാൻ ലോകത്തിലെ പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്ക് പോലും, നമ്മുടെ ഈ യുവാക്കൾക്ക് പോലും, യുവജനങ്ങൾക്ക് പോലും എന്താണ് ഗാസയിൽ നടക്കുന്നതെന്നോ ആ ഗാസയിലെ പ്രശ്നങ്ങളുടെ ഉത്തരവാദി ഹമാസ് ആണെന്നോ ഇവിടെ ഒരാൾക്കും തിരിച്ചറിയാൻ പോലും കഴിയുന്നില്ല. ഹമാസ് എന്താണ് തുടങ്ങി വെച്ചെന്ന് പോലും ഇവിടെ ആർക്കും അറിയില്ല. എല്ലാവർക്കും അറിയുന്നത്, പൊതുവായിട്ട് അറിയാവുന്നത് ഇസ്രായേൽ ഗാസയെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു, അവിടെ ഒരുപാട് കൊലപാതകം നടക്കുന്നു, അതിന് മുമ്പുള്ള കാര്യങ്ങളോ ഒന്നും കുറച്ച് പേർക്ക് അറിയില്ല. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഈ അൽ-അക്സയിലേക്ക് തന്നെ തിരിച്ചു വരികയാണെങ്കിൽ ഇത്രയും പ്രധാനപ്പെട്ട ഒരു മോസ്കിൽ വെച്ചുകൊണ്ട് അവർ ഈ പഠനങ്ങളാണ് കൊടുക്കുന്നതെങ്കിൽ ഇത് വീഡിയോയിലേക്ക് സംപ്രേഷണം ചെയ്യപ്പെടാത്ത ഇവർ എന്തെല്ലാം പഠനങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ടായിരിക്കാം. ആ പഠനങ്ങൾ ഈ യുവാക്കളെയെല്ലാം എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്രൈസ്തവര്, ജൂതന്മാര് ഇവരെല്ലാവരും കൊല്ലപ്പെടേണ്ടവരാണ്. ജോർജ് പറഞ്ഞ അതേ വാക്കുകൾ തന്നെ, ജോർജ് തുടക്കത്തിൽ സൂചിപ്പിച്ച പാലസ്തീനിൽ കേട്ട അതേ പ്രഭാഷണം തന്നെ, ഇവർ കൊല്ലപ്പെടേണ്ടവരാണ്, ഇവർ ബഹുദൈവ ആരാധകരാണ്, ഇവർ രണ്ടാംകിട പൗരന്മാരാണ്, ഇവരെ ഉന്മൂലനം ചെയ്തിട്ടാണ് ഖിലാഫത്ത് സ്ഥാപിക്കേണ്ടത്. ഇതെല്ലാം ഇവരുടെ ഉള്ളിലേക്ക് വന്നെടുക്കുന്നതുകൊണ്ടാണ് ജോർജ് സൂചിപ്പിച്ച വീഡിയോയിലുള്ള ജനങ്ങളും അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് അവർക്ക് യാതൊരു വികാരങ്ങളും ഇല്ല. അവർ വളരെ പ്രാർത്ഥനാപൂർവ്വമാണ് ഇതേ വാക്കുകൾ കേൾക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ അവർക്ക് തെറ്റാണെന്ന് തോന്നുന്നില്ല. ഇതേപോലെ തന്നെ അൽ-അക്സയിൽ കൂടിയുന്ന ജനങ്ങൾ ആർത്തു വിളിക്കുകയാണ്. ഒരു നേതാവല്ല പറയുന്നത്, ഒരു ജനമാണ് ഏറ്റുപറയുന്നത്. അതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതൊന്നും അറിയാതെയാണ് ഇവിടെയുള്ള കാര്യങ്ങൾ നീങ്ങുന്നത്. അതുപോലെ തന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ അൽ ഖത്താമി എന്ന് പറഞ്ഞ വ്യക്തി, അദ്ദേഹം പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജ്യം ഇന്ത്യയാണ്, കാശ്മീരാണ്. ഇതേക്കുറിച്ച് ഇവരാരും ബോധേടല്ല. ഇതേ കാശ്മീരിന് വേണ്ടിയിട്ട് പാക് അധീന കാശ്മീരിൽ വെച്ച് ഹമാസിന്റെ നേതാക്കന്മാരും ജെയ്ഷെ മുഹമ്മദും മറ്റു പാകിസ്ഥാനിലെ ഭീകര സംഘടനകളും ചേർന്ന് നടത്തിയ റാലി, ആ റാലിയിൽ അവർ വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ ഇതൊന്നും വേണ്ട. അൽ-അക്സ മോസ്കിലെ 2022 ഷെയ്ഖ് നിദാൽ സിയാം എന്ന് പറഞ്ഞൊരു വ്യക്തി, അദ്ദേഹം നടത്തിയൊരു ഇതേപോലെ തന്നെ വലിയൊരു ജനക്കൂട്ടത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് അദ്ദേഹം നടത്തിയൊരു പ്രസംഗം അൽ-അക്സ മോസ്കിൽ വെച്ച് നടന്ന, അതിൽ അദ്ദേഹം വിളിക്കുന്നത് വൃത്തികെട്ട ഹിന്ദുക്കളെ എന്നാണ്. يا هندوس يا انجاز يا هندوس يا ايها المسلمون ها انتم ترونه كيف تتوالى إساءات الكفار لرسول الله صلى الله عليه وسلم وتعدياتهم على مقامه الكريم، فما كادت إساءات فرنسا تنصرف عنا حتى خرجت علينا إساءات الهندوس عباد البقر. വൃത്തികെട്ട ഹിന്ദുക്കളെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ആരംഭിക്കുന്നത്. ഇതേ വാക്കുകൾ ആ ജനം മുഴുവൻ ഏറ്റു പറയണു. അതിനുശേഷം പിന്നെ പശു ആരാധകരാണ് നിങ്ങളെ ഉന്മൂലനം ചെയ്യും. അതായത് ഹിന്ദുക്കളെ, ഭാരതത്തിലെ ഹിന്ദുക്കളെ പൂർണ്ണമായിട്ടും ഉന്മൂലനം ചെയ്യുന്നതാണ് അൽ-അക്സ മോസ്കിന്റെ മുൻപിൽ വെച്ച് പ്രസംഗിക്കണേ. അതിനുശേഷം അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നത് പാകിസ്ഥാൻകാരെയാണ്. അവരോട് പറയാണ് ഇന്ത്യയെ പൂർണ്ണമായിട്ട് ആക്രമിക്കാൻ. ഇന്ത്യയെ പൂർണ്ണമായിട്ട് ആക്രമിക്കാനേക്കാൾ ഉപരി ഇന്ത്യയിലെ ഹിന്ദുക്കളെ പൂർണ്ണമായിട്ട് ആക്രമിക്കാനാണ് പറയണത്. അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ പഹൽഗാം ഉണ്ടായത്, അൽ-അക്സ ഫ്ലഡ്. ആ സംഭവങ്ങളെ കുറിച്ച് നമ്മൾ പലവട്ടം പറഞ്ഞു കഴിഞ്ഞതാണ്. അതിന്റെ തുടർച്ചയായിട്ടാണ് ഹമാസിന്റെ ഇസ്രായേലിന് നേരെയുള്ള ആക്രമണം ഉണ്ടായത്. അപ്പോൾ ഇതിനെ കുറിച്ചൊന്നും ആരോടും പറഞ്ഞു കൊടുക്കുന്നില്ല. ഇവിടെ പലപ്പോഴും ജാതിയുടെ പേരിൽ ഇവിടെ ഇന്ത്യയിലെ ഹിന്ദുക്കളെ അവരെ തമ്മിൽ അകറ്റി നിർത്താനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ ജാതി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ പിന്നിൽ ആരായിരിക്കും ഇതിനൊക്കെ ഫണ്ട് ചെയ്യുന്നത് എന്ന കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അതേപോലെ തന്നെ ക്രിസ്ത്യൻ സമൂഹത്തിൽ ഈ ക്രിസ്ത്യൻ സമൂഹം ഭിന്നിച്ചു നിന്ന അതേ ക്രിസ്ത്യൻ സമൂഹത്തെയാണ് ബൈസാന്റിയൻ സാമ്രാജ്യത്തിൽ അവിടെ വന്ന് കോൺസ്റ്റന്റിനോപ്പിൾ കീഴടക്കി ആ ഏരിയ മുഴുവൻ കൈയടക്കി പോയത്. അതേപോലെ തന്നെ ക്രിസ്ത്യൻ സമൂഹത്തെ ഭിന്നിപ്പിച്ച് നിർത്തുന്നു. ക്രിസ്ത്യൻസിൻ്റെ ഉള്ളിൽ തന്നെ ഭിന്നത ഉണ്ടാക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ ഈ സമൂഹത്തെ ഭിന്നിപ്പിച്ച് നിർത്തുന്നതിൽ പലപ്പോഴും നമുക്ക് ചില വാർത്തകൾ കാണുമ്പോൾ പോലും അവരെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയാണല്ലോ ഈ വാർത്ത ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എവിടെ ഭിന്നതയുണ്ടോ, മുമ്പ് നമ്മൾ പലവട്ടം സൂചിപ്പിച്ചിട്ടുള്ളതാണ്, എവിടെ ഭിന്നതയുണ്ടോ, ഐക്യമില്ലാതെ വരുന്നു, അവിടെ ശത്രുവിനെ എളുപ്പത്തിൽ കീഴടക്കാൻ കഴിയും. അപ്പോൾ ഇവിടെ പലപ്പോഴും ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അവർ ക്ഷമയുടെ പാഠങ്ങളാണ് അവർ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ അവരെ ആരാക്രമിച്ചാലും ശരിക്കും ക്രിസ്തു പറഞ്ഞത് നിന്നെ എന്ന വാക്കു അഭിസംബോധന ചെയ്തിട്ടാണ്, ഞാനാണ് ക്ഷമിക്കേണ്ടത്. പക്ഷേ എൻ്റെ സഹോദരിയെയോ എൻ്റെ അമ്മയെയോ എൻ്റെ സഹോദരങ്ങളെയോ ആക്രമിക്കാൻ വരുമ്പോൾ ഞാൻ കൈകൂപ്പി പിടിച്ച് അതെല്ലാം കണ്ടു നിൽക്കുക എന്നല്ല എൻ്റെ അർത്ഥം വരുന്നത്. പക്ഷെ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധിക്കേണ്ടടുത്ത് പ്രതിരോധിക്കണമെങ്കിൽ അവർക്ക് ഐക്യം വേണം. ഹൈന്ദവ സമൂഹത്തിനാണെങ്കിലും ഐക്യം പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ പ്രാർത്ഥനയുടെ ഒരു പിൻബലം ഉണ്ടാവണം. ഇതുണ്ടെങ്കിൽ മാത്രമേ ഈ വരാൻ പോകുന്ന വിപത്തായിട്ട് തന്നെ നിൽക്കുകയാണ്. ആശയം അവിടെ നിൽക്കുന്നിടത്തോളം അത് എന്നു വേണമെങ്കിലും അത് ഏതു രൂപത്തിൽ വേണമെങ്കിലും നമ്മെ കീഴടക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ജാഗരൂകരായിരിക്കണം. ഇവരുടെ ഈ ആശയങ്ങൾ മൂലം ക്രൈസ്തവരും ഹൈന്ദവരും, നമുക്കറിയാം ബംഗ്ലാദേശിലൊക്കെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്, പാകിസ്ഥാനിലായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ ഏത് രാജ്യങ്ങളായിക്കോട്ടെ അവരെല്ലാവരും ആക്രമണത്തിന് വിധേയരായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ജൂതനെ ആക്രമിക്കാൻ ചെന്നപ്പോൾ ജൂതൻ തിരിച്ചടിച്ചു. ജൂതൻ പല്ലിന് പകരം പല്ല് എന്നുള്ള ആശയത്തിൽ അവൻ നിന്നു. അവൻ കണ്ണിന് പകരം കണ്ണ് എന്നുള്ള അവൻ്റെ ആശയത്തിൽ നിന്നു. അതുകൊണ്ട് ജൂതൻ തിരിച്ചടിക്കുന്നു. ജൂതൻ തിരിച്ചടിക്കുമ്പോൾ നഷ്ടം ആർക്കാ? നഷ്ടം വരുന്നത് ആശയം പ്രചരിപ്പിച്ചവർക്കല്ല, ഒരു പാവപ്പെട്ട മുസ്ലിം സമൂഹത്തിന്. അവിടെയുള്ള ഗാസയിലുള്ള എത്രയോ നിരപരാധികളുണ്ട്, അവർ അതിൻ്റെ നഷ്ടം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ആശയം വരുന്നതുകൊണ്ട് സാധാരണക്കാരായ മുസ്ലിമുകൾക്ക് ബുദ്ധിമുട്ട്.
ക്രൈസ്തവർക്ക് ബുദ്ധിമുട്ട്, ഹൈന്ദവർക്ക് ബുദ്ധിമുട്ട്, ലോകം മുഴുവനുള്ള സകലർക്കും ഇവർ ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിന് മുഴുവൻ ഒരു ക്യാൻസറായിട്ട്, ഒരു തലവേദനയായിട്ട് ഇസ്ലാമിക ഭീകരവാദം, ഇസ്ലാമിക തീവ്രവാദം മാറിക്കൊണ്ടിരിക്കുകയാണെന്നത് ഒരു യാഥാർത്ഥ്യമാണ്. മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഇസ്ലാമിക ഭീകരരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഇസ്രായേലാണ്. നമ്മൾ പല നിലപാടുകളിലും സൂചിപ്പിച്ചതുപോലെ യൂറോപ്പാണ്. അവരുടെ ഏറ്റവും വലിയൊരു ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മാതൃരാജ്യമായിട്ടുള്ള ഇന്ത്യയാണ്. പക്ഷേ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വിഭിന്നമായിട്ട് ഇന്ത്യ നേരിടുന്ന ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ഈ ഇസ്ലാമിക തീവ്രവാദ അജണ്ടകൾക്ക് വളം വെച്ച് കൊടുക്കുന്നത് പലപ്പോഴും ഈ രാജ്യത്തിൻ്റെ ഉള്ളിലുള്ള ശക്തികളാണ് എന്നത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. ഏത് വിധേനയും ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറി ഇന്ത്യയെ തകർക്കുവാനുള്ള എല്ലാ അജണ്ടകളും ഇസ്ലാമിക ഭീകരർ, ഇസ്ലാമിക തീവ്രവാദികൾ ഈ കാലഘട്ടത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ചില പ്രക്ഷോഭങ്ങളുടെ രൂപത്തിൽ, നേരത്തെ അരുൺ പറഞ്ഞതുപോലെ ഭിന്നത സൃഷ്ടിച്ചുകൊണ്ട്, അത് മത സമൂഹത്തിനുള്ളിലുള്ള ഭിന്നത മാത്രമല്ല, രാജ്യത്തിൻ്റെ ഉള്ളിൽ തന്നെ ഭിന്നത സൃഷ്ടിച്ചുകൊണ്ട് പ്രക്ഷോഭങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ ഭരണകൂടങ്ങൾ കൊണ്ടുവരുന്ന ചില നിയമങ്ങളെ അല്ലെങ്കിൽ ചില പ്രസ്താവനകളെ തെറ്റിദ്ധരിപ്പിച്ച് ന്യൂനപക്ഷങ്ങളെ തെരുവിലിറക്കിക്കൊണ്ടുള്ള ചില സാഹചര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ ഉള്ളിൽ ഒരു അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ച് ഈ രാജ്യത്തെ എങ്ങനെയെങ്കിലും നശിപ്പിച്ച് ഈ രാജ്യത്തെ തങ്ങളുടെ അധിനിവേശപരമായിട്ടുള്ള ഒരു അജണ്ട സൃഷ്ടിക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളും അവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ഡീപ് സ്റ്റേറ്റിൻ്റെ സഹായം അവർക്കുണ്ട്, മറ്റ് പല രീതിയിലുള്ള സംവിധാനങ്ങൾ അവരെ സഹായിക്കുന്നുണ്ട്. കാരണം ഭാരതം എന്ന് പറയുന്നത് ഇസ്ലാമിക തീവ്രവാദികളുടെ ഒരു കിട്ടാക്കനിയാണ്. ഭാരതം അവരുടെ കൈകളിൽ പെടാതെ ഈ കാലം അത്രയും നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു ശക്തമായിട്ടുള്ളൊരു ഭരണ സംവിധാനം ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ്. അതിനാൽ തന്നെ അത്തരത്തിലുള്ള ഭരണ സംവിധാനങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് തങ്ങളുടെ അജണ്ട നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനെ നമ്മൾ തീർച്ചയായിട്ടും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, ഈ അലക്സ മോസ്കിനെ പറ്റി നമ്മൾ പരാമർശിച്ചല്ലോ. ഈ അലക്സ മോസ്ക് യഹൂദിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്, മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്, ഈ പറയുന്ന ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ആ നിൽക്കുന്ന ഒരു പ്രദേശം അവർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റൊരു ആംഗിളിൽ നാം ചിന്തിച്ചു നോക്കുമ്പോൾ ഈ ഒക്ടോബർ 7-ാം തീയതി ഈ ഹമാസ് ഭീകരർ ഇസ്രായേലിന് നേർക്ക് നടത്തിയ ആക്രമണത്തിന് ശേഷവും അവിടെ മുസ്ലിം മതവിശ്വാസികൾ സുഗമമായിട്ട് അവിടെ അവരുടെ ആരാധന നടത്തുന്നുണ്ട്. മറ്റൊരു സിനാരിയോ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. ഈ യഹൂദന് പ്രിയപ്പെട്ട ഒരു ആരാധനാലയം ഒരുപക്ഷെ ഗാസയിലാണെങ്കിൽ എത്ര യഹൂദന് ജീവനോടെ അവിടെ പോയിട്ട് അവരുടെ ആരാധന നടത്താൻ സാധിക്കും? അവിടെ തന്നെ നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയാൻ സാധിക്കും ആരാണ് തീർച്ചയായിട്ടും വ്യക്തമായിട്ട് ഈ അസഹിഷ്ണുത കാണിക്കുന്നത് എന്നൊരു കാര്യം. ഈ പറയുന്ന ഇത്രത്തോളം കൊലവിളികൾ, പ്രകോപനപരമായിട്ടുള്ള പ്രസംഗങ്ങളൊക്കെ നടന്നിട്ട് ഇസ്രായേൽ ഒന്ന് വിചാരിച്ചാൽ മതി, അവിടെ എന്തെങ്കിലുമൊക്കെ അവരെ തുരുത്തി ഓടിക്കാൻ ഇസ്രായേൽ വിചാരിച്ചാൽ മതി. പക്ഷേ ഇസ്രായേൽ സഹിഷ്ണുത കാണിക്കുന്നു. അപ്പോൾ അത്തരം ഒരു എക്സാമ്പിളിൽ നിന്ന് വളരെ വ്യക്തമാണ് എന്താണ് ഈ പറയുന്ന ഭീകരരുടെ അജണ്ട, ആരാണ് യഥാർത്ഥത്തിൽ ഒരു അസഹിഷ്ണുത കാണിക്കുന്നത് എന്നത് വളരെ വ്യക്തമാണ്. ജോയ്സിലേക്ക് വരികയാണ്. നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് സൂചിപ്പിച്ചതുപോലെ മിഡിൽ ഈസ്റ്റിലെ സംഘർഷമാണ്. നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ഹമാസിനെ എടുക്കാം. മറ്റ് ഭീകര സംഘടനകൾ അവിടെ നിൽക്കട്ടെ, നമുക്ക് ഹമാസിനെ തന്നെ എടുക്കാം. ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്ന പോരാട്ടം എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ഒരു സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. അതിനേക്കാളൊക്കെ ഉപരി ഇസ്ലാമിക ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടമാണ്. അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ജോയ്സ്, ഈ ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടന ഇസ്രായേലിന് മാത്രമാണോ ഭീഷണി, അല്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോയിന്റുകൾ എത്രത്തോളം ഈ ഹമാസിന്റെ കാര്യത്തിൽ ഒരു ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നുണ്ട്? ശരിക്കും നമ്മൾ നോക്കുമ്പോൾ ഈ ഹമാസ് അടക്കമുള്ളത് ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ ലോകം മുഴുവനും ഭീഷണിയാകുന്ന ഒരു സംവിധാനമാണ് ഈ ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഇസ്ലാമിക തീവ്രവാദം. അതിന്റെ ഒരു ഭാഗം മാത്രമാണ് ഹമാസ് എന്ന് പറയുന്നത്. അപ്പൊ തന്നെ അത് ലോകത്തിന് ഭീഷണിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. പിന്നെ നമ്മൾ ഒന്നുകൂടി ആഴത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ഹമാസിന്റെ ചില പ്രവർത്തികൾ, അതായത് ഇപ്പം ഹമാസ് ബന്ദികളെ വെച്ച് വിലപേശുന്നതും, അല്ലെങ്കിൽ ഈ ഒരു ഗറില്ല യുദ്ധത്തിലേക്ക് ഹമാസ് കടക്കുന്ന ആ ഒരു രീതി, അതുപോലെ ലോകം മുഴുവനും ഇത് സ്പ്രെഡ് ചെയ്യുന്ന അവരുടെ ആ ഒരു രീതി, അതായത് സോഷ്യൽ മീഡിയകൾ വഴിയൊക്കെ മാക്സിമം ലോകം മുഴുവനും അവർ സ്പ്രെഡ് ചെയ്യുന്ന ഈ ഒരു രീതി, ഇങ്ങനെയുള്ളതൊക്കെ യുവാക്കൾക്കിടയിൽ ഒരുപാട് ഇമ്പാക്ട് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ശരിക്കും. അതായത് അവരെ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കാനും അങ്ങനെയുള്ള ഒരു സാധ്യത ശരിക്കും അവിടെ ഉണ്ട്. അതായത് ഇപ്പൊ ഇവരുടെ ഈ ബലപേശൽ അടക്കമുള്ള കാര്യങ്ങൾക്ക് ഇസ്രായേൽ വഴങ്ങിയെന്ന് വിചാരിക്കും, എന്തെങ്കിലും കാരണവശാൽ ഇപ്പൊ ഇസ്രായേൽ വഴങ്ങിയെന്ന് വിചാരിക്കും. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റ് തീവ്രവാദ സംഘടനകൾ ഇതൊരു കോപ്പി ചെയ്യുമല്ലേ എന്നൊരു സംശയം അവിടെയുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ഹീറോ പരിവേഷം, അതായത് നമ്മുടെ യുവാക്കൾക്ക് അല്ലെങ്കിൽ ഒരു ടീനേജ് തൊട്ടുള്ള പ്രായത്തിലുള്ള ഒരു ആൾക്കാരുടെ ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു നോക്കുകയാണെങ്കിൽ ശരിക്കും ഒരു ഹീറോ പരിവേഷം ലഭിക്കുന്ന ഒരു മേഖലയിലേക്ക് ഒരു ചായ്വ് തോന്നാനുള്ള ഒരു സാധ്യതയുണ്ട്.
അപ്പൊ ശരിക്കും നമ്മുടെ നാട്ടിലുള്ളവരാണെങ്കിൽ പോലും ഈ ഹമാസ് അടക്കമുള്ള തീവ്രവാദികളെ ശരിക്കും ഒരു പോരാളികൾ അല്ലെങ്കിൽ അവർക്കൊരു ഹീറോ പരിവേഷം കൊടുക്കുന്ന ഒരു സംവിധാനം, ഒരു രീതി വരാറുണ്ട്. അപ്പൊ ഇത് ലോകം മുഴുവനും സോഷ്യൽ മീഡിയ അടക്കമുള്ള പ്ലാറ്റ്ഫോമുകളിൽ സ്പ്രെഡ് ആകുമ്പോൾ അത് ഈ ഹമാസിന്റെ ശരിക്കും ഹമാസ് സ്പ്രെഡ് ആക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തു എന്നുള്ള രീതിയിലേക്ക് സ്പ്രെഡ് ആക്കുമ്പോൾ അത് ഒരുപാട് യുവാക്കളെ തീവ്രവാദത്തിലേക്ക് കൊണ്ട് എത്തിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വരാൻ ഒരു ചാൻസ് ഉണ്ട്. പിന്നെ ഈ ഹമാസ് അടക്കമുള്ള തീവ്രവാദ സംഘടനകൾ ഇവര് ഇപ്പം ജോർജ് പറഞ്ഞ പോലെ ഇതെല്ലാം ഇന്റർ കണക്റ്റഡ് ആണ് ശരിക്കും. ഇപ്പം എല്ലാം പല പേരുകളായിരിക്കും, പല നാടുകളിൽ അവർക്ക് അവിടെ പ്രാദേശികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. പക്ഷെ നമ്മൾ ഗ്ലോബലി മൊത്തം നോക്കുവാണെങ്കിൽ ശരിക്കും ഇത് എല്ലാം ഒരേ ഐഡിയോളജിയാണ്, അവരുടെ എല്ലാം പ്രശ്നം ഒന്ന് തന്നെയാണ്. ലോകം മുഴുവൻ ഇസ്ലാമിക ഭരണമാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ശരിക്കും അതുകൊണ്ട് തന്നെ ഈ ലോകം മുഴുവനും ഇവർക്ക് സ്ലീപ്പർ സെല്ലുകളുണ്ട്. എല്ലാ രാജ്യങ്ങളിലും ഇവർക്ക് സ്ലീപ്പർ സെല്ലുകളുണ്ട്. കൂടുതലും കോളേജുകൾ കേന്ദ്രീകരിച്ചിട്ടാണ് ഇവരുടെ ഒരു പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്. അതിനുള്ള നല്ലൊരു ഉദാഹരണമാണ് നമുക്ക് ഈ ഒക്ടോബർ 7 പ്രശ്നം കഴിഞ്ഞപ്പോൾ തൊട്ട് പല രാജ്യങ്ങളിലും, അമേരിക്ക, കാനഡ, UK പോലുള്ള രാജ്യങ്ങളിലൊക്കെ കോളേജ് വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ച് നടന്ന പ്രക്ഷോഭങ്ങളും കാര്യങ്ങളൊക്കെ, കഫിയൊക്കെ ധരിച്ച് അവര് തെരുവുകളിൽ ഇറങ്ങി ഉണ്ടാക്കിയ പ്രക്ഷോഭങ്ങളും പ്രശ്നങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും അത് കോളേജുകളിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് ചെറുതല്ല. അതും ശരിക്കും ഈ ഹമാസ് വഴി തീവ്രവാദ സംഘടനകളിലേക്ക്, അതിപ്പോ എല്ലാവർക്കും ഹമാസിലേക്ക് ചിലപ്പോൾ എത്താൻ പറ്റിയില്ലെങ്കിലും അവരുടേതായിട്ടുള്ള പ്രാദേശികമായിട്ടുള്ള തീവ്രവാദ സംഘടനകൾക്ക് യുവാക്കളെ ആകർഷിക്കുന്നതിനൊരു പരിധി വരെ ഈ ഇതുപോലുള്ള പ്രശ്നങ്ങൾ കാരണമാകുന്നില്ല എന്നുള്ളൊരു സംശയമാണ്. അതൊരു ലോകത്തിന് ശരിക്കും വെല്ലുവിളി ഉയർത്തുന്ന ഒരു കാരണമാണ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ശരിക്കും പശ്ചിമേഷ്യ നമ്മൾ എടുക്കുവാണെങ്കിൽ ഏറ്റവും അശാന്തി ഉള്ള ഒരു മേഖല എന്ന് പറയുന്ന ഒരു പശ്ചിമേഷ്യ കേന്ദ്രീകരിച്ചുള്ള ഇതാണല്ലോ. അപ്പം ഈ പശ്ചിമേഷ്യയിൽ നിന്നും കൂടുതലും കുടിയേറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകും. അതായത് ആൾക്കാർ ഇപ്പോഴും സമാധാനമുള്ള നാടുകളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണ്, സമാധാനത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് സാധാരണക്കാർ, നല്ല ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവർ. അപ്പോൾ ശരിക്കും ഈ പശ്ചിമേഷ്യയിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ പെരുകുമ്പോൾ സിറിയയിൽ നിന്നും ഈജിപ്തിൽ നിന്നും അങ്ങനെയുള്ള ഈ പ്രശ്നങ്ങൾ നടക്കുന്ന നാടുകളിൽ നിന്നും ആൾക്കാർ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക്, പണ്ട് തൊട്ടേ നമ്മൾ സമാധാന പ്രിയരെന്ന് കേട്ടിട്ടുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കുടിയേറാൻ ആഗ്രഹിക്കും. അത് ഏത് വിധേനയും അവിടെ എത്താനുള്ള ശ്രമങ്ങൾ നടത്തും. നമുക്കറിയാം മാർപ്പാപ്പ പോലും കുടിയേറ്റക്കാരെ 2 കൈ നീട്ടി സ്വീകരിക്കാൻ ആഹ്വാനം ചെയ്ത സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെ കരുണയുടെ ഒരു വാതിലിലൂടെ യൂറോപ്പിൽ എത്തിയവര് പിന്നെ എന്താണ് ചെയ്തതെന്ന് നമ്മൾ കണ്ടതാണ്. അപ്പൊ ഈ ഒരു പ്രശ്നം കൊണ്ട് ഇപ്പൊ ഈ പശ്ചിമേഷ്യയിൽ മുഴുവനും നടക്കുന്ന ഇതുപോലുള്ള അക്രമങ്ങളും ഇതുപോലുള്ള പ്രശ്നങ്ങളും, ഹമാസും ഹിസ്ബുള്ള ഹൂതികളൊക്കെ ആയിക്കോട്ടെ, ഈ ഒരു ഏരിയ മുഴുവനും നടക്കുന്ന പ്രശ്നങ്ങൾ വഴി ലോകം മുഴുവനും, ലോകത്തിന്റെ എല്ലാ നാടുകളിലേക്കും എല്ലാ രാജ്യങ്ങളിലേക്കും അഭയാർത്ഥി പ്രവാഹം ഒരു ക്രമാതീതമായിട്ട് ഉണ്ടാകാനുള്ള ഒരു സിറ്റുവേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. ശരിക്കും അഭയാർത്ഥികളിൽ ഒരു 80% തീവ്രവാദികളും ഒരു 20% ചിലപ്പോൾ നല്ല ആൾക്കാരും ആയിരിക്കും ചെല്ലുന്നത്. പക്ഷെ അവിടെ എന്നിട്ട് ചെന്ന് ഈ തീവ്രവാദികൾ അവരുടേതായിട്ടുള്ള ഒരു സ്വാധീനം ചെലുത്തുകയും അവിടെ രാഷ്ട്രീയത്തിൽ കയറുകയും പിന്നെ ഒരു കാലഘട്ടത്തിന് ശേഷം അവർക്ക് അവിടെ പൗരത്വം കിട്ടിയതിന് ശേഷം ബാക്കിയുള്ളവരെ കൊണ്ടുവരികയും അവിടെ അവര് പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കി. പിന്നെ ഈ ക്രിസ്ത്യൻ രാജ്യങ്ങളിൽ, UK അവസ്ഥ നമ്മളിപ്പോ നോക്കിയാൽ നമുക്കറിയാം, അവിടെ ക്രിസ്ത്യൻ രാജ്യങ്ങളിൽ ചെന്ന് അവർക്ക് അവിടെ അവരുടെ നിയമങ്ങളും ശരീഅത്ത് നിയമം അടക്കമുള്ള സംവിധാനങ്ങൾ അവർക്ക് അവിടെ ആവശ്യമാണെന്നുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ലോകം മുഴുവനും രണ്ടാമത് നമ്മൾ നോക്കുകയാണെങ്കിൽ അതൊരു പ്രശ്നമാണ് ശരിക്കും. പിന്നെ മറ്റൊരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ഈ ഹൂതികളുടെയൊക്കെ ആക്രമണം നമുക്കറിയാം, ഹമാസ് അടക്കമുള്ള തീവ്രവാദ സംഘടനകളുടെ ട്രാൻസ്പോർട്ടേഷൻ മൊത്തത്തിൽ ലോകം മുഴുവനും ചരക്ക് നീക്കം തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു രീതിയിലേക്ക് ഇവരുടെ ഈ തീവ്രവാദ ആക്രമണങ്ങൾ, അതിപ്പം ചിലപ്പം ഒരു സൈഡിൽ ഹൂതികളാണെങ്കിൽ മറ്റേ സൈഡിൽ വേറൊരു ടീം ആകാം. അപ്പം അവർക്ക് സപ്പോർട്ടല്ലാത്ത എല്ലാത്തിനെയും അടിച്ച് നിരപ്പാക്കുക എന്നുള്ള ഒരു ഐഡിയോളജിയിലാണ് ഈ തീവ്രവാദി സംഘടനകൾ പ്രവർത്തിക്കുന്നത്. അതും ലോകം മുഴുവനും ബാധിക്കുന്ന ഒരു കേസാണ് ശരിക്കും. ലോകത്തെ എല്ലാ രാജ്യങ്ങളും അത് ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ, ഒരു തരത്തിൽ എക്സ്പോർട്ടിംഗ് ആണെങ്കിൽ ഒരു തരത്തിൽ ഇമ്പോർട്ടിങ്ങിനെ അത് ബാധിക്കുന്നുണ്ട് ശരിക്കും. നമ്മൾ പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഹമാസും ഇസ്രായേലും തമ്മിലാണ് പ്രശ്നം ശരിക്കും. പക്ഷെ അത് നമ്മൾ കുറച്ചുകൂടി ആഴത്തിൽ നോക്കുമ്പോൾ ഈ ഹമാസും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നം ലോകം മുഴുവനും
മറ്റൊരു തരത്തിൽ ബാധിക്കുന്നുണ്ട് അത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ ഹമാസിന് ശരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തില് ലോകം മുഴുവനുമുള്ള എല്ലാ പാലസ്തീനെയും ഹമാസിനെയും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ സംഘടനകളും നമ്മുടെ നാട്ടിലുള്ളവരാണെങ്കിൽ പോലും അവർ പറയുന്നതാണ് ഫ്രീ പാലസ്തീൻ എന്ന് പറയുന്നുണ്ട്. ശരിക്കും അതിനോട് ഞാനും യോജിക്കുന്നുണ്ട്, ആ ഒരു ഡയലോഗിനോട് ഞാനും യോജിക്കുന്നുണ്ട്. ഫ്രീ പാലസ്തീൻ, പക്ഷെ എന്തിൽ നിന്നുമാണ് പാലസ്തീനെ ഫ്രീ ആക്കേണ്ടത്? അത് ശരിക്കും ഇസ്ലാമിക ഒരു തീവ്രവാദത്തിൽ നിന്നും അല്ലെങ്കിൽ ഈ ഹമാസിന്റെ ആ ഒരു തീവ്രവാദ ഭരണത്തിൽ നിന്നും അല്ല ശരിക്കും പാലസ്തീനെ ഫ്രീ ആക്കേണ്ടത്. ശരിക്കും വേറൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, 2006 തൊട്ട് ശരിക്കും ഈ ഗാസേനെ ഭരിക്കുന്നത് പാലസ്തീൻ, രാഷ്ട്രീയമായിട്ട് ഗാസേനെ ഭരിക്കുന്നത് പാലസ്തീനാണ് ശരിക്കും. അപ്പം സ്വാഭാവികമായിട്ടും ഒരു നേതൃത്വം വന്നു കഴിയുമ്പോൾ ആ നേതൃത്വം അവിടെ ശരിക്കും ചെയ്യേണ്ടത് എന്താണ്? അവിടുത്തെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ അവർക്ക് അവിടെ നല്ല രീതിയിൽ ജീവിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുകയും നല്ല അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഒരുക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ശരിക്കും അവർ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെയുള്ള കാര്യങ്ങളിലായിരുന്നു. പക്ഷെ അന്ന് തൊട്ട് ഹമാസ് ചെയ്തു വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ജനിച്ച നാൾ തൊട്ട് ശത്രുക്കളിൽ നിന്ന് മുദ്ര കുത്തി വെച്ചിരിക്കുന്ന ജൂതന്മാരെ ആക്രമിക്കാനുള്ള ആ ഒരു കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ പാലസ്തീനിലെ കൊച്ചു കുട്ടികളെ പോലും അതിനുവേണ്ടി ട്രെയിനിങ് കൊടുത്ത് അതിനുവേണ്ടി വളർത്തിയെടുക്കുകയായിരുന്നു ചെയ്തത്. ശരിക്കും നമ്മളിതൊന്നും നമ്മൾ വായിൽ തോന്നിയത് പറയുന്ന അല്ല. ശരിക്കും നമ്മൾ ജീവിക്കുന്ന ഒരു ഡിജിറ്റൽ യുഗത്തിലാണ്. ശരിക്കും ആർക്കും ജസ്റ്റ് ഒന്ന് മൊബൈലിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന തെളിവുകൾ തന്നെയാണ് നമ്മളിപ്പോ ഈ പറയുന്നത്. അപ്പോൾ ശരിക്കും ഈ കൊച്ചു കുട്ടികളെ പോലും കയ്യിൽ തോക്ക് കൊടുത്ത് അതിനുവേണ്ടി ട്രെയിൻ ചെയ്യുന്ന അടക്കമുള്ള വീഡിയോകൾ ഹമാസ് പോലും പുറത്തു വിട്ടിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, അതൊക്കെ ശരിക്കും യുവാക്കളിലേക്കൊക്കെ ശരിക്കും ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാനുള്ള ഒരു സോഴ്സ് ഉണ്ട് അതിൽ. അപ്പൊ ശരിക്കും അതുപോലെ ഈ ഇസ്രായേലിൽ നിന്നുമാണ് ഹമാസിലേക്ക് വൈദ്യുതിയും വെള്ളവും ചരക്ക് ഗതാഗത സംവിധാനങ്ങളെല്ലാം ഗാസയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഈ അവിടുത്തെ സാധാരണക്കാർക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സോഴ്സും വന്നുകൊണ്ടിരുന്നത് ഇസ്രായേലിൽ നിന്നാണ്. ഈ ഒക്ടോബർ 7 വരെ വന്നുകൊണ്ടിരുന്നത് ഇസ്രായേലിൽ നിന്നാണ്. പക്ഷെ അതൊക്കെ തുറന്ന് യുണൈറ്റഡ് നേഷൻ യുണൈറ്റഡ് നേഷൻ മറ്റ് രാജ്യങ്ങളിൽ നിന്നും പിരിച്ചെടുത്ത പണം കൊണ്ട് നിർമ്മിച്ചു കൊടുത്തിട്ടുള്ള പൈപ്പ് ലൈൻ പോലും തുരന്നെടുത്ത് അതുകൊണ്ട് മിസൈൽ ഉണ്ടാക്കി ഇസ്രായേലിലേക്ക് അയച്ചവരാണ് ഹമാസ് തീവ്രവാദ സംഘടനകൾ. അപ്പൊ ശരിക്കും നമ്മൾ ആലോചിക്കേണ്ടത്, ഹമാസിന് വലിയൊരു ഹീറോ പരിവേഷം കൊടുക്കുമ്പോൾ അവര് സ്വന്തം ജനത്തിന് വേണ്ടി എന്ത് ചെയ്തു? സ്വന്തം നാട്ടിൽ അവര് ശരിക്കും പ്രൊട്ടക്ട് ചെയ്യാൻ അവർക്ക് ഉത്തരവാദിത്വം ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രീയമായിട്ട് നോക്കുമ്പോൾ അവര് ഭരിക്കുന്ന നാട്ടിൽ അവര് പ്രൊട്ടക്ട് ചെയ്യേണ്ടിയിരുന്ന ആ ജനങ്ങൾക്ക്, ആ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു? ശരിക്കും ഇപ്പോൾ ഈ ഗാസയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരന്തത്തിന് 90% എന്നല്ല 100% നമുക്ക് പറയാം കാരണം ഹമാസ് തന്നെയാണ്. ശരിക്കും ഈ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്ത് ഹമാസ് നല്ല രീതിയിൽ ആ ഒരു രാജ്യം ആ ഒരു ഉയർച്ചയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നുവെങ്കിൽ ഒന്നാമത്തെ കാര്യം ഇന്ന് അവിടെ ഈ ഇത്രയും ആയിരക്കണക്കിന് ആൾക്കാർ മരിക്കേണ്ട ഒരു സാഹചര്യം വരത്തില്ലായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു നാട് നശിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തത്തില്ലായിരുന്നു. അതുപോലെ ഈ ഒക്ടോബർ 7 ഒഴിവാക്കാനുള്ള ഒരു സിറ്റുവേഷൻ വരികയായിരുന്നുവെങ്കിൽ ഇസ്രായേൽ പോലും കയറി ഗാസനെ നിരംപരിശാക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകത്തില്ലായിരുന്നു. ഇപ്പോഴാണെങ്കിൽ പോലും ഗാസ പൂർണ്ണമായിട്ടും പിടിച്ചെടുക്കാൻ ഉള്ള ഒരു കാരണം പോലും ഈ ഒക്ടോബർ 7 ഇനി ആവർത്തിക്കാൻ പാടില്ല എന്നുള്ള ഒരു ഇത് മുന്നോട്ട് വെച്ചിട്ടാണ് ഇസ്രായേൽ ഗാസ പൂർണ്ണമായിട്ടും പിടിച്ചെടുക്കാൻ വേണ്ടി മുന്നോട്ട് പോകുന്നത്. ശരിക്കും ഇതിനെല്ലാം തുടക്കം വെച്ചത് ഹമാസ് ആണ്, അല്ലെങ്കിൽ ഇസ്ലാമിക തീവ്രവാദമാണ്. തീവ്രവാദ സംഘടനകൾ നമ്മൾ പറഞ്ഞാൽ ശരിയാവത്തില്ല. ശരിക്കും ഈ തീവ്രവാദ സംഘടനകൾക്ക് കൊടുക്കുന്ന ഒരു മോട്ടിവേഷൻ, ആ ഒരു ഐഡിയ ഇസ്ലാമിക തീവ്രവാദത്തിൽ പറഞ്ഞിരിക്കുന്ന ലോകം മുഴുവൻ ഇസ്ലാമിന് കീഴിൽ വരണം എന്ന് പറയുന്ന ആ ഒരു ഐഡിയ ആണല്ലോ. ശരിക്കും അതിൽ നിന്നുമാണല്ലോ ഈ തീവ്രവാദ സംഘടനകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു ഐഡിയ ആണ് ശരിക്കും ലോകത്തിന് ഭീഷണിയാവുന്നത്. അതിലൊരു ഭാഗം മാത്രമാണ് ഹമാസ്. ഹമാസിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കിയാൽ പോലും അവിടെ വേറൊരു സംഘടന ഉടലെടുത്ത് വരാൻ ചാൻസ് ഉണ്ട് ശരിക്കും. അല്ലെങ്കിൽ ഇറാൻ അടക്കമുള്ള രാജ്യങ്ങളുടെ പിന്തുണയോടുകൂടി ഹൂതികളും അല്ലെങ്കിൽ ഹിസ്ബുള്ള അടക്കമുള്ള സംഘടനകൾ കൂടുതൽ അക്രമങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് ലോകത്ത് ശരിക്കും അവസാനിക്കാൻ പോകുന്ന ഒരു പ്രശ്നമല്ല ശരിക്കും. അത് കറക്റ്റാണ്. കാരണം നമ്മൾ ഈ ഇസ്രായേൽ ഗാസയിൽ ഇപ്പോൾ ഹമാസിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പോരാട്ടം, എനിക്ക് തോന്നുന്നു അത് ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിന്റെ അത് വലിയൊരു പ്രതീകമാണ്. അതായത് ഇസ്രായേലിന്റെ ലക്ഷ്യം, ഇപ്പം ജോയ്സ് പറഞ്ഞതുപോലെ ഏറ്റവും അവസാനത്തെ ഹമാസ് ഭീകരനെ ഗാസയിൽ നിന്നും ഇല്ലാതാക്കണം.
അത് തന്നെയാണ്. അത് ഏറ്റവും അവസാനത്തെ ഒരു ഇസ്ലാമിക ഭീകരനും ലോകത്ത് നിന്ന് ഇല്ലാതായെങ്കിൽ മാത്രമാണ് അവർ ഉയർത്തുന്ന ഭീഷണി ഇല്ലാതാവുകയുള്ളൂ. അതുകൊണ്ടാണ് ഇസ്രായേൽ വളരെ റിസ്ക് എടുത്തിട്ട് നമുക്കറിയാം, റിസർവ് സൈനികരെ തിരിച്ചു വിളിക്കുന്നു, വലിയ രീതിയിലുള്ള ഒരു സൈനിക മുന്നേറ്റം നടത്തുന്നു. ലോകരാജ്യങ്ങളുടെ ഭാഗത്ത് നിന്ന് എതിർപ്പുണ്ടെങ്കിൽ പോലും അവസാനത്തെ ഹമാസ് ഭീകരനെ ഇല്ലാതാക്കാനുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഗാസ സിറ്റിയിലേക്ക് അവർ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വലിയ വില കൊടുക്കേണ്ടി വന്നേക്കാം. പക്ഷേ ഇതാണ്, അതായത് ഈ ഇസ്ലാമിക തീവ്രവാദം തലയ്ക്ക് അടിച്ചു കയറ്റിയ ഒരു വ്യക്തിയെങ്കിലും ആ ഒരു പ്രദേശത്തുണ്ടെങ്കിൽ ആ പ്രദേശം എങ്ങനെ കുട്ടിച്ചോറാകും എന്നതിന് ഉത്തമ എക്സാമ്പിളാണ് ഈ ഗാസ പോലുള്ള മേഖലകൾ. മറ്റൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ പറയുന്നത് പോലെ തങ്ങളുടെ ഒരു നിലപാടിന് വേണ്ടി മരിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു നേട്ടമാണ് എന്ന രീതിയിൽ വിശ്വസിക്കുന്ന തീവ്രവാദപരമായിട്ടുള്ള ആ ഒരു നിലപാട്, അതാണ് അവരുടെ ഒരു വലിയൊരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്. പക്ഷെ ആ ഒരു മോട്ടിവേഷനാണ് ഏറ്റവും വലിയ രീതിയിലുള്ളൊരു അപകടം ലോകത്ത് സൃഷ്ടിക്കുന്നത് എന്നത് വളരെ വ്യക്തമാണ്. അതായത് ലോകം മുഴുവനും പറയുന്നത്, ഇപ്പോൾ നിലവിലത്തെ സിറ്റുവേഷൻ അനുസരിച്ച് ലോകം മുഴുവനും പറയുന്നത് ഇസ്രായേല് ഗാസ അല്ലെങ്കിൽ പാലസ്തീനം പൂർണ്ണമായിട്ടും പിടിച്ചെടുക്കാൻ പോവുകയാണ്, പണ്ട് തൊട്ട് കുറേശ്ശെ പിടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. പക്ഷെ ശരിക്കും നമ്മൾ നോക്കുവാണെങ്കിൽ 2005 ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ശരിക്കും ഈ പാലസ്തീൻ അല്ലെങ്കിൽ ഗാസ എന്ന് പറയുന്ന ഈ ഗാസ സ്ട്രിപ്പിനുള്ളിൽ 21 ജൂത സെറ്റിൽമെന്റുകൾ ഉണ്ടായിരുന്നു. ശരിക്കും ഈ 2005 ബലം പ്രയോഗിച്ച് ഇസ്രായേൽ ഈ ജൂത സെറ്റിൽമെന്റുകൾ അവിടെ നിന്നും ഒഴിപ്പിച്ച് പൂർണ്ണമായിട്ടും ഗാസ ആ ഒരു പാലസ്തീൻ ഭരണത്തിന് വിട്ടുകൊടുത്തിട്ട് പോകുന്നതാണ് അവിടുന്ന്. ശരിക്കും വേറൊരു തലവേദനയ്ക്കും ഇല്ല എന്നുള്ള രീതിയിൽ അവിടുന്ന് പൂർണ്ണമായിട്ടും പിന്മാറിയതാണ്. എന്നിട്ടും വീണ്ടും വന്ന് ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ചൊറിയാനും നിന്നപ്പോഴാണ് ഇസ്രായേൽ ഒരു പ്രതിരോധം എന്ന രീതിയിൽ തിരിച്ചടിച്ചത്. അത് ശരിക്കും ഏതൊരു രാജ്യവും ചെയ്യുന്ന ഒരു പ്രതിരോധം മാത്രമാണ്. നമുക്കറിയാം, ഇപ്പൊ ഇന്ത്യയിലേക്ക് ഒരു രാജ്യം, അതിപ്പം ബംഗ്ലാദേശ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പാകിസ്ഥാൻ ആയിക്കോട്ടെ, എപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്ന പാകിസ്ഥാന് ചൈന ആയിരുന്നല്ലോ. അപ്പൊ അങ്ങനെ ഒരു വേറൊരു രാജ്യത്തിന്റെ ഭാഗത്തുനിന്ന് നമ്മുടെ സ്വന്തം രാജ്യത്തേക്ക് ഒരു പ്രശ്നം ഉണ്ടായാലും നമ്മളും അതിനെ പ്രതിരോധിക്കും. അത് ഏതൊരു രാജ്യവും ചെയ്യുന്ന ഒരു പ്രതിരോധം മാത്രമാണ് ഇസ്രായേലും അവിടെ ചെയ്തിരിക്കുന്നത്. പക്ഷെ അത് നമ്മുടെ നാട്ടിലടക്കം ഒരുപാട് നിഷ്കളങ്കരായിട്ടുള്ള മുസ്ലിം സഹോദരങ്ങൾ അതിനെ തെറ്റിദ്ധരിക്കുന്നുണ്ട്. അവര് ശരിക്കും അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, കുറച്ചുകൂടി ആഴത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കുക, എന്താണ് ആ ഒരു മേഖലയിൽ നടക്കുന്നതെന്ന് കുറച്ചുകൂടി ആഴത്തിൽ നോക്കുക. ഇപ്പോൾ കണ്ണിൽ കാണുന്നത് മാത്രം വിശ്വസിക്കാതെ കുറച്ചുകൂടി മുന്നോട്ട് നോക്കുക, എന്തൊക്കെ ഇസ്രായേൽ എന്തൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട്, അതിനു മുന്നേ ഗാസ ഭരിച്ചുകൊണ്ടിരുന്നവര് ഗാസയിലെ ജനങ്ങൾക്ക് എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, അതുപോലെ ഈ ഗാസയിലെ ജനങ്ങൾ കൊല്ലപ്പെടുവാനുണ്ടാവുന്ന മെയിൻ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക. അതായത് ശരിക്കും ഇപ്പം വിഷ്വൽസ് എല്ലാം പുറത്തു വരുന്നതാണ്. ഈ തുരങ്കങ്ങളെല്ലാം പോകുന്നത് സ്കൂളുകളുടെയും ആശുപത്രികളുടെയും ഒക്കെ അടികൾ കൂടെയാണ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി, അതായത് ശരിക്കും ഈ ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം നമുക്കറിയാം, അത് ഓട്ടോമാറ്റിക്കലി ഈ ശത്രുവിന്റെ താവളങ്ങൾ കണ്ടുപിടിച്ച് അല്ലെങ്കിൽ മിസൈൽ വരുന്ന വഴികൾ കണ്ടുപിടിച്ച് അതിനെതിരെ ആ ഏരിയയിലേക്ക് തിരിച്ചടിക്കുന്ന രീതിയിലാണ് ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ, അയൺ ഡോം അടക്കമുള്ള പ്രതിരോധ സംവിധാനങ്ങൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു ആശുപത്രി കെട്ടിടത്തിന്റെ അടിയിൽ നിന്നും ഒരു മിസൈൽ ഇസ്രായേലിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ആശുപത്രി കെട്ടിടം എവിടെയാണോ ഉള്ളത്, അല്ലെങ്കിൽ മിസൈൽ എവിടെ നിന്നാണോ വന്ന് അങ്ങോട്ടേക്കായിരിക്കും അയൺ ഡോമിന്റെ ഒരു പ്രതിരോധ മിസൈൽ ചെല്ലുന്നത്. അവിടെ എന്തായാലും ഒരു ആശുപത്രിയില് മിസൈൽ പതിക്കും, അവിടെ കുറെ പേര് മരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകും. അതാണ് ഈ ലോകം മുഴുവനും ഈ ഹമാസ് പ്രചരിപ്പിക്കുന്നത്. ഇസ്രായേൽ ആശുപത്രി തകർത്തു, സ്കൂൾ തകർത്തു, അവിടെ ഇത്ര കുട്ടികൾ മരിച്ചു, അങ്ങനെയുള്ള സംവിധാനം, അങ്ങനെയുള്ള ഒരു വാർത്ത പ്രചരിപ്പിക്കുന്നത്. ശരിക്കും അതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ, ശരിക്കും നമ്മൾ ഈ മുസ്ലിം എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് നല്ല മുസ്ലിം വിശ്വാസികളായിട്ടുള്ള, ഇസ്ലാം വിശ്വാസികളായിട്ടുള്ള ആൾക്കാരുണ്ട്. നമുക്ക് എല്ലാവർക്കും ഇസ്ലാമിക വിശ്വാസത്തിലുള്ള ഒരുപാട് സുഹൃത്തുക്കളുള്ള ആൾക്കാരാണ് നമ്മളെല്ലാവരും പേഴ്സണലായിട്ട്. പക്ഷെ അവര് പോലും തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത് ഇസ്രായേല് ചുമ്മാ ഒരു കാടൻ അടിയടിക്കുകയാണ് അല്ലെങ്കിൽ ഗറില്ല യുദ്ധമാണ് നടത്തുന്നത് എന്നുള്ള രീതിയിലാണ് വിശ്വസിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് എപ്പോൾ വേണമെങ്കിലും ഗൂഗിൾ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഹിസ്റ്ററി നോക്കിയിട്ടുണ്ടെങ്കിൽ തിരിച്ചറിയാവുന്ന വിഷയങ്ങളെ ഇപ്പോൾ ലോകത്ത് നടക്കുന്നുള്ളൂ. ഇത്രയധികം സോഴ്സുകൾ ഉണ്ടായിട്ടും ആരും അതിന് മെനക്കെടുന്നില്ല എന്നുള്ളത് ഈ ഒരു വിഷയം വലുതാക്കാൻ അല്ലെങ്കിൽ അത് പരസ്പരം തമ്മിലടിക്കാനുള്ള ഒരു കാരണമായിട്ട്. കാരണം എന്ന് വെച്ചാൽ ഇവരായിരിക്കുന്ന എല്ലാ മേഖലകളിലും ഇവർ ഉയർത്തുന്ന ഒരു വലിയൊരു ആയുധമാണ് ഇരവാദം എന്നുള്ളൊരു. അതിപ്പോ ഗാസയിലായിക്കോട്ടെ, അല്ലെങ്കിൽ പാകിസ്ഥാനിലായിക്കോട്ടെ, അഫ്ഗാനിസ്ഥാനിലായിക്കോട്ടെ, ഇവരുടെ ഏറ്റവും വലിയൊരു ആയുധം എന്ന് പറയുന്നത് ഇരവാദമാണ്. അതിനെ സാധൂകരിക്കുന്ന അവരുടെ ആംഗിളിലൂടെ നോക്കുമ്പോൾ ഉള്ള ഒരു പ്രൊപ്പഗണ്ട മിഷണറിയാണ് അത്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഇപ്പൊ ജോയ്സ് പറഞ്ഞതുപോലെ നിഷ്കളങ്കരായിട്ടുള്ള പലരും അത്തരത്തിലുള്ള പ്രൊപ്പഗണ്ടയിൽ അവർ വീണു പോകുന്നത്. പലപ്പോഴും ജോർജിയുടെ ജോയ്സ് പറഞ്ഞ പ്രതിരോധം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഇസ്രായേൽ ചെയ്യുന്ന പ്രതിരോധത്തിന്റെ മാർഗം ഒന്നാണ്. പക്ഷേ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയും. ഈ കാര്യങ്ങളൊന്നും അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല.
അവരിപ്പോഴും ഉറക്കത്തിലാണ്. ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം, അവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രതിരോധം അവൻ്റെ പ്രാർത്ഥന തന്നെയാണ്. ഈ പ്രാർത്ഥന നടക്കുന്നില്ല. ഈ പ്രാർത്ഥനയുടെ പ്രതിരോധം ക്രൈസ്തവൻ തീർക്കേണ്ട സമയം അതിക്രമിച്ചു. 2, ക്രൈസ്തവൻ്റെ ഐക്യമാണ്. ഈ ഐക്യത്തിന്മേൽ പലരും കൈവച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ക്രൈസ്തവൻ ചിതറിക്കെടുക്കുകയാണ്. ചിതറിക്കെടുക്കുന്നവരെ ചിതറിക്കാനായിട്ട് തീവ്രവാദ ശക്തികൾക്ക് വളരെ എളുപ്പത്തിൽ കഴിയും. ഇത് മനസ്സിലാക്കാതെ ഓരോ വിഷയങ്ങൾ പറഞ്ഞു, വളരെ ചെറിയ വിഷയങ്ങൾ പോലും വളരെ പർവ്വതീകരിച്ച് അതിൻ്റെ മേൽ ചർച്ചകളും തർക്കങ്ങളും എല്ലാം ആയിട്ട് ക്രൈസ്തവൻ ഇങ്ങനെ നടക്കുകയാണ്. ലോകത്ത് നടക്കുന്നത് എന്താണെന്ന് അവനറിയുന്നില്ല. അവൻ്റെ നാട്ടിൽ എന്താണ് സംഭവിക്കാനിരിക്കുന്നതെന്നും അവന് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. പക്ഷേ ചിലർ കൃത്യമായിട്ട് അവരുടെ അജണ്ടകൾ ഈ സാഹചര്യത്തിൽ കൃത്യമായിട്ട് അവർ ഇത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് പല പേരിലാണെങ്കിലും. ഓക്കെ, അത് കറക്റ്റാണ്. കാരണം എന്ന് വെച്ചാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഇരകളായിട്ടുള്ള അവിശ്വാസികൾ എന്ന് പറയുന്ന ഗണത്തെ അവരെ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആക്കിയിട്ട് പല വിഷയങ്ങളിലേക്ക് അവരുടെ ശ്രദ്ധ ഇങ്ങനെ അങ്ങ് ഡിവീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അവരുടെ ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള പ്രശ്നങ്ങൾ. പക്ഷെ അതേസമയം ഇവരുടെ അജണ്ട മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ഇവരുടെ ലക്ഷ്യത്തിലേക്ക് ഇവർ നടന്നെടുത്തുകൊണ്ടിരിക്കണം. അതിനുള്ള എല്ലാ പണിയും സൈഡിലൂടെ നടത്തുന്നുണ്ട്. ഇവരുടെ ഇരകളെ ഇങ്ങനെ പല രീതിയിലേക്ക് ഇങ്ങനെ ഡൈവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇവരുടെ അറ്റൻഷൻ, ഇവരുടെ സോഴ്സ്, ഇവരുടെ റിസോഴ്സ്, ആരോഗ്യപരമായിട്ടുള്ള സാമ്പത്തികപരമായിട്ടുള്ള സമയം, അതെല്ലാം പല രീതിയിലേക്ക് ഇങ്ങനെ ഡൈവേർട്ട് ചെയ്യും. പാരലായിട്ട് ഇവരുടെ ലക്ഷ്യത്തിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കും. അത് തിരിച്ചറിയേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കും. തങ്ങളുടെ അധിനിവേശപരമായിട്ടുള്ള അജണ്ട ഏതുവിധേനയും നടപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ നീങ്ങുകയാണ് ഇസ്ലാമിക ഭീകരർ അല്ലെങ്കിൽ ഇസ്ലാമിക തീവ്രവാദികൾ. അതിനുള്ള മാർഗങ്ങൾ പലതായിരിക്കാം. അത് പല പ്രദേശങ്ങളിൽ പല മാർഗങ്ങൾ, പല രീതികൾ അവർ അവലംബിക്കും. പക്ഷേ അവരുടെ ലക്ഷ്യം ഒന്ന് തന്നെ. പക്ഷേ ദാരുണമായിട്ടുള്ളൊരു അവസ്ഥ എന്ന് പറയുന്നത് ആ ലക്ഷ്യം, അവരുടെ അജണ്ട, അവരുടെ തന്ത്രം തിരിച്ചറിയാൻ പലപ്പോഴും പൊതുസമൂഹത്തിന് സാധിക്കുന്നില്ല എന്നതാണ്. പലപ്പോഴും മനുഷ്യാവകാശത്തിൻ്റെ മേമ്പൊടി ചേർത്തുകൊണ്ട്, പ്രകൃതി സ്നേഹത്തിൻ്റെ മേമ്പൊടി ചേർത്തുകൊണ്ട്, നന്മയുടെ ഒരു മേൻപൊടി ചേർത്തുകൊണ്ടാണ് തങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് അവർ നടന്നെടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ മേമ്പൊടിയിൽ തട്ടി വീണ് ആ ലക്ഷ്യത്തിലേക്ക് അവരെ സഹായിക്കുന്ന രീതിയിലുള്ള ചില നടപടികൾ മതേതര സമൂഹം പലപ്പോഴും സ്വീകരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആ അജണ്ടകൾ നമ്മൾ തീർച്ചയായിട്ടും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അത് ലോകത്തിൻ്റെ നാശത്തിലേക്ക് തന്നെയായിരിക്കും അത് കൊണ്ടുചെന്ന് എത്തിക്കുക എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആത്യന്തികമായിട്ട് വേണ്ടത് ഈ ഇസ്ലാമിക ഭീകരതയ്ക്കെതിരെ, ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെയുള്ള ഒരു വലിയൊരു ഐക്യമാണ്. ആ ഐക്യത്തിന് വിഘാതമായ ഒരിക്കലും വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് അല്ലെങ്കിൽ പ്രീണന രാഷ്ട്രീയം മറ്റൊന്നും അതിന് വിഘാതമായി നിൽക്കരുത്. തീർച്ചയായിട്ടും വളരെ ഗൗരവത്തോടു കൂടി തന്നെ ഈ വിഷയങ്ങളെ നോക്കിക്കാണുവാൻ പൊതുസമൂഹത്തിനും ഭരണ നേതൃത്വങ്ങൾക്കും മറ്റ് മതേതര സമൂഹങ്ങൾക്കും സാധിക്കട്ടെ എന്ന നിലപാട് അറിയിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കുമല്ല പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക്. നന്ദി.